പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന അനന്തപുരിയിൽ നിന്നും പോയതിന് പിന്നാലെ തന്നെ നമ്മുടെ അവന്തിക നാഗേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നയനയും വീട് വിട്ട് ഇറങ്ങിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല, അവരുടെ പ്ലാനിങ് എന്താണെന്നുള്ളതും അറിയാൻ പറ്റില്ല. കാരണം അവർ വീട് വിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവർ അടങ്ങി നിൽക്കത്തൊന്നുമില്ല. കാരണം അവർ വീട് വിട്ട് ഇറങ്ങാനും ഇങ്ങനെ അനന്തപുരി തറവാടും അതുപോലെ തന്നെ അനന്തപുരിയിലെ മൂർത്തിസ് ജ്വല്ലറിയും ഒക്കെ നശിക്കാനും ഇങ്ങനെ തകർന്നു പോകാനും കാരണം എന്താണ് എന്നുള്ളതും അതിൻ്റെ പിന്നിലുള്ള ശത്രുക്കൾ ആരാണെന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു തിടുക്കം അവരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലാനിങ് ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് രീതിയിലും കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ അവിടെ ഉള്ളപ്പം അവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു വഴിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമില്ല. എന്തായാലും വരട്ടെ, അവരെവിടാ താമസിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് അതിന് പറ്റിയ ഒരാളെ അങ്ങോട്ട് പറഞ്ഞയക്കണം എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, അമ്മയും ഒക്കെ വളരെയധികം സന്തോഷത്തിലാണ്, അവരുടെ കൂടെ കൂടിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ എനിക്ക് മുട്ടി നിൽക്കുകയാണ്. തൽക്കാലം ഞാൻ ഇതൊന്നും പോരാ, നമുക്ക് ഇനിയും ഒരുപാട് അവരുടെ തകർച്ച കാണാനുണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് എല്ലാം ഒതുക്കിയിട്ട് സന്തോഷമൊക്കെ അടക്കി പിടിച്ച് അവരുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അവരുടെ ധാരണ ഇപ്പോഴും ഞാൻ അവരുടെ ശത്രുവാണെന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, തൽക്കാലം അത് അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ, അല്ലെങ്കിൽ അവർക്ക് കള്ളങ്ങളൊന്നും അധികം മൂടി നിൽക്കാനൊന്നും പറ്റത്തില്ല. അവർ എല്ലാവരുടെയും മുമ്പിൽ അത് ഓരോന്നായിട്ട് പൊളിച്ച് അടക്കും. പിന്നെ നമ്മുടെ പ്ലാനിങ് ഒന്നും മുന്നോട്ട് പോകില്ല. ഇത്രയും കാലം അവരുടെ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല, എല്ലാം തൂറ്റി പോയിട്ടേ ഉള്ളൂ. അതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു വിവരവും അവരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, എന്തായാലും അച്ഛാ, അവർ പോയത് എങ്ങോട്ടാണ് എന്നുള്ളതും അവരുടെ പ്ലാനിങ് ഇനി എന്താണ് എന്നുള്ളതും അറിഞ്ഞേ പറ്റുകയുള്ളൂ. അതിനെ അവരെ അന്വേഷിച്ചിട്ട് അവരുടെ വീട്ടിലേക്കൊന്ന് പോകണം. കാരണം ഞാനിപ്പോൾ എന്തായാലും അവരുടെ ശത്രുവല്ലല്ലോ, മിത്രമല്ലേ. ഞാൻ ആരാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്കൊന്ന് പോയി നോക്കണം. തൽക്കാലം അവരറിയാതെ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാഗേന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് അവർ താമസിക്കുന്നിടത്തേക്ക് അവന്തിക പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവർ അറിയാതെയാണ് പോകുന്നത്. അങ്ങനെ ആ വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നേരെ ആ വീടിനകത്തോട്ട് കയറി പോവുകയാണ്. ആ സമയത്ത് ആദർശം നയനയും ഒന്നും മുൻവശത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കാണാതെ പതുക്കെ അകത്തോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്തിക അകത്തോട്ട് കയറി പോകുന്നത് നമ്മുടെ കിരൺ കാണുകയാണ്. ആ സമയത്താണ് കിരൺ പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവളെന്താ പതുങ്ങി പോകുന്നത്, ഇവൾക്ക് നേരെ ചൊവ്വേ അകത്തോട്ട് കയറി വന്നാൽ മതിയല്ലോ, എന്തോ കള്ളലക്ഷണം ഉള്ളതുപോലെയാണല്ലോ കയറി പോകുന്നത് എന്നൊക്കെ കിരൺ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആരെയും വിശ്വസിക്കാത്ത കാലമാണ്, ഇവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് മിണ്ടാതെ ഇങ്ങനെ അവളെയും ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കിരൺ. അങ്ങനെ പിന്നീട് അവന്തിക അകത്ത് നിന്നുള്ള സംസാരം കേൾക്കാനായിട്ട്, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് പോകുന്ന സമയത്താണ് മുറിയിൽ നിന്ന് നയനയും ആദർശം സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നത്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ശത്രുക്കൾ അതിഭീകരൻ തന്നെയാണ്, അല്ലാതെ ഇത്രയും നമ്മളെ തകർത്തെറിയാൻ അവർക്ക് പറ്റത്തില്ല. നമ്മുടെ പ്രധാന കാര്യങ്ങളും പ്രധാനപ്പെട്ട നീക്കങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അത്. എന്തായാലും നമ്മൾ അവിടെ കണ്ട ആൾ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ വൻ ശക്തി തന്നെയുണ്ട്. അതാണ് നമ്മൾ, ആ ഒരു ഉറവിടമാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. എന്തായാലും നന്ദുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. നിനക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് വരേണ്ടായിരുന്നു, നീ അവിടെ നിൽക്കേണ്ട സമയമല്ലായിരുന്നോ, നീ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ല, ആ സമയത്ത് ഇങ്ങനെ ടെൻഷൻ ായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, എനിക്ക് അവിടെ നിന്നാലാണ് കൂടുതൽ ടെൻഷൻ, ഇവിടെ ആദർശൻ്റെ കൂടെ ആകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവും, ആദർശൻ്റെ കാര്യങ്ങളും പുതിയതായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ അറിയാലോ, ഇനി എന്തെങ്കിലും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അതും എനിക്ക് ചെയ്തു തരാമല്ലോ എന്നൊക്കെ പറയുകയാണ് നയന. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ നീക്കങ്ങളെ കുറിച്ചിട്ട് ഫോണിലൂടെ ആരോടും സംസാരിക്കുകയോ ഒന്നും പറയുകയോ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് അവന്തിക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിരണും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് കിരൺ ചിന്തിക്കുന്നുണ്ട്, ഇവള് ആളത്ര ശരിയല്ല എന്ന് തോന്നുന്നു, ഇവളെ വിശ്വസിച്ചാണല്ലോ ആദർശമൊക്കെ നിൽക്കുന്നത്. എന്തായാലും നേരെ ചൊവ്വ സംസാരിക്കാനാണ് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാനാണ് വന്നതെങ്കിൽ അവൾക്ക് നേരിട്ട് അകത്തോട്ട് കയറി വരാലോ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് പതുങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വന്നതാണല്ലോ ഇവള് എന്നൊക്കെ ഇങ്ങനെ കിരൺ ചിന്തിക്കുന്നുണ്ട്.
അങ്ങനെ പതുക്കെ കിരൺ അകത്തോട്ട് കയറി വരികയാണ്. ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്, കാരണം അവളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ആഹാ അവന്തികയോ, നീ എപ്പോൾ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ഇവിടെ അകത്ത് ആരെയും കാണാഞ്ഞിട്ട് എവിടെയാ എന്നുള്ളതൊന്ന് നോക്കുകയായിരുന്നു, ഞാൻ തിരയുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, അതിന് കോളിംഗ് ബെല്ലുണ്ടല്ലോ, കോളിംഗ് ബെല്ല് അടിച്ചാൽ മതിയല്ലോ, നീ അത് അടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിൻ്റെ കാര്യം ഓർത്തില്ല, ഞാനേട്ടത്തി വീട് വിട്ടിറങ്ങിയത് കൊണ്ട് ആ ഒരു ടെൻഷനിൽ അതൊക്കെ മറന്നുപോയി. അപ്പോൾ പിന്നെ അകത്ത് എന്തായാലും ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അതേ ഞാൻ കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കിരൺ വല്ലാണ്ട് അവളിങ്ങനെ സംശയത്തോടു കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക ചോദിക്കുന്നുണ്ട്, എന്താ കിരണേട്ടൻ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഒന്നുമില്ല, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നതല്ലേ, അപ്പോൾ അങ്ങനെ നോക്കിയതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അനേട്ടത്തിയുടെയും ആദർശയുടെയും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പാവം ആ സമയത്ത് നയനയും ആദർശം അവളെ വിശ്വസിച്ചിട്ട്, മോളൊറ്റയ്ക്കാണോ വന്നത്, എന്തിനാ വന്നത്, അവിടെ നിന്നുണ്ടായിരുന്നോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ കൂടെ നിന്ന് ഒരു ദേഷ്യവും ഇല്ല എന്ന മട്ടിലായിരുന്നു അവന്തിക പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ കിരൺ നല്ലോണം സംശയം, കിരണിന് അവന്തികയുടെ മേൽ നല്ലൊരു സംശയം വരികയാണ്. അങ്ങനെ പിന്നീട് അവന്തിക അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കിരൺ തൻ്റെ ഉള്ളിലുള്ള ഒരു സംശയം ആദർശനോട് പറയുന്ന സമയത്ത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഈ പറയാൻ പറ്റത്തില്ല, ജലജാൻ്റിയുടെയും ഒക്കെ മകളല്ലേ, അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് ശത്രുക്കൾ അറിയുന്ന സ്ഥിതിക്ക് എല്ലാവരെയും നമ്മൾ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിർത്തേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്.